അനഘയെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ അഭിയും കണ്ണുകൾ വിടർന്നു. അവൾ അരികിലിരുന്ന മീനയുടെ തോളിൽ തട്ടി ആവേശത്തോടെ പറഞ്ഞു, "ദേ നോക്കിയടി, നമ്മുടെ അനഘയെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ." മീനയുടെ കണ്ണുകളും അനഘയിൽ തന്നെയായിരുന്നു. ദൈവമേ, ഈ പെണ്ണിന് ഇത്രയും അഴകുണ്ടായിരുന്നു. നെറ്റിയിൽ സിദ്ധാർത്ഥ് അണിയിച്ച സിന്ദൂരവും അവളുടെ മുഖത്തെ ആ പുതിയ നാണവും കണ്ടപ്പോൾ മീനക്ക് അത്ഭുതം തോന്നി. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്തെ ആ പ്രകാശം അവർ കൗതുകത്തോടെ നോക്കിക്കണ്ടു. രണ്ടുപേരും പതുക്കെ അവർക്കരികിലേക്ക് നീങ്ങിച്ചെന്നു. "സർ, കൺഗ്രാറ്റുലേഷൻസ്." അഭിയും മീനവും ഒരേ സ്വരത്തിൽ ആശംസകൾ നേർന്നു. സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കി. "ആ, നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ?" അഭി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "എല്ലാവരും വന്നിട്ടുണ്ട് സാർ. നിങ്ങളുടെ താലിക്കെട്ട് കഴിഞ്ഞതും അവർക്ക് പിന്നെ ആകെ ഒരു ലക്ഷ്യമേയുള്ളൂ. വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ അവർക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. നേരെ സദ്യയുടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളും വേഗണ്ട, വേഗം ചെന്ന് കഴിച്ചോളൂ." സിദ്ധാർത്ഥ് അവരോട് സ്നേഹത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ കോളേജിലെ സഹപ്രവർത്തകർ മറ്റു അധ്യാപകരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഓരോരുത്തരായി വന്ന് സിദ്ധാർത്ഥിനെയും അനഘയും ആശംസകൾ നേർന്ന് കടന്നുപോയി. തിരക്കൊന്നൊഴിഞ്ഞപ്പോൾ അഭി പതുക്കെ അനഘയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. "എവിടെയടി നിന്റെ രുദ്രേട്ടൻ്റെ പെണ്ണ്?" അവൻ കണ്ണിറുക്കിക്കൊണ്ട് അനഘയുടെ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. "ദാ അവിടെയുണ്ട്." രുദ്രൻ്റെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളുമായിരുന്നു അത്. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് മാറി നിന്നപ്പോഴാണ് അവർ വൈദേഹിയെ കണ്ടത്. "എന്തൊരു ഭംഗിയുള്ള ടീച്ചറാണല്ലേടി ഇത്." വൈദേഹിയെ കണ്ടതും അഭി ആത്മകഥം പോലെ പറഞ്ഞു. "ശരിയാ, ആ നുണക്കൈ കാണുമ്പോൾ തന്നെ ഒന്ന് നുള്ളാൻ തോന്നും." ആര്യ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. "എൻ്റെ ചേട്ടൻ എത്ര പെണ്ണുങ്ങളെ കണ്ടതാ, എന്നിട്ടും ഈ ടീച്ചറെ പോലെ ഒരു സുന്ദരിയെ കണ്ടില്ലല്ലോ എന്ന എൻ്റെ വിഷമം. ഈ ടീച്ചറെങ്ങാനും ആയിരുന്നെങ്കിൽ എനിക്ക് പറ്റിയ ഒരു നാത്തൂനെ കിട്ടിയേനെ." ആര്യ പറഞ്ഞു തീർന്നതും അവൾ ചുറ്റും ഒന്ന് നോക്കി. കൂടെയുണ്ടായിരുന്ന അഭിയെ ഒന്നിനെയും അവിടെ കാണാനില്ല. ദുഷ്ടന്മാർ, ചോറ് കണ്ടാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. ആര്യ സദ്യ വിളമ്പുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. അവിടെ ആര്യ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നത് കണ്ടപ്പോൾ അഭിയുടെ കണ്ണ് തള്ളി. ആര്യയാകട്ടെ അഭിയെ കണ്ടതും ഒന്ന് അറിയാത്ത ഭാവത്തിൽ ഒന്ന് ഇളിച്ചു കാണിച്ചു. "വിശന്നിട്ടാടാ, ഒന്നും തോന്നരുത്" എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവൾ മറന്നില്ല. കല്യാണപ്പന്തലിലെ തിരക്കുകൾക്കിടയിൽ വൈദേഹിയുടെ വയറ്റിൽ വിശപ്പിൻ്റെ വിളി തുടങ്ങിയിരുന്നു. നേരം ഉച്ചയായിട്ടും രുദ്രൻ എവിടെ? അവൾ ചുറ്റും നോക്കി. അവിടെ ഒരു മൂലയിൽ തൻ്റെ സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരോട് ഗൗരവത്തിൽ ഏതോ കേസിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് രുദ്രൻ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഈ മനുഷ്യന് പോലീസ് വേഷം അയച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ വൈദേഹിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇടയ്ക്കിടയ്ക്ക് അവൾ അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. പക്ഷേ രുദ്രൻ എന്തൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഇങ്ങനെ ഏത് നേരത്താണോ എനിക്ക് കെട്ടാൻ തോന്നിയത്? അവൾ പതുക്കെ ആത്മകഥം പറഞ്ഞു. വൈദേഹിയുടെ സ്കൂളിലെ ടീച്ചർമാരെല്ലാം വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ച് അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അനഘയും സിദ്ധാർത്ഥും പോലും ഭക്ഷണം കഴിക്കാൻ പോയി. എന്നിട്ടും എൻ്റെ രുദ്രൻ മാത്രം അവിടെ ഒന്നും മാറുന്നില്ല. പിങ്ക് നിറത്തിലുള്ള കാഞ്ചീപുരം സാരി വൈദേഹി ശരിക്കും ഒരു ദേവിയെപ്പോലെ തിളങ്ങി നിൽക്കുന്നുണ്ട്. പന്തലിൽ വന്നവരുടെ എല്ലാം കണ്ണുകൾ ആ സുന്ദരി ടീച്ചറിലാണ്. അവൾക്ക് ചുറ്റും ഒരു പ്രത്യേക പ്രഭ തന്നെ ഉള്ളതുപോലെ തോന്നി വന്നവർക്ക്. പക്ഷെ ഇത്രയും ആളുകൾ തന്നെ നോക്കി നിൽക്കുമ്പോഴും രുദ്രൻ മാത്രം തന്നെ ഗൗനിക്കുന്നില്ലല്ലോ എന്ന പരിഭവം അവളുടെ മുഖത്ത് പ്രകടമായി. പെട്ടെന്ന് തന്നെ പിന്നിൽ കനലിൽ നോക്കുന്നത് പോലെ ഒരു നോട്ടം അനുഭവപ്പെട്ടപ്പോഴാണ് രുദ്രൻ സംസാരം നിർത്തി പിന്നിലേക്ക് നോക്കിയത്. ദേഷ്യം കൊണ്ട് മുഖം ചുവപ്പിച്ചു നിൽക്കുന്ന വൈദേഹിയെ കണ്ടതും അവൻ്റെ ഉള്ളിലൊന്ന് കാളി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അവന് പെട്ടെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ പന്തിയില്ലെന്നും തൻ്റെ പെണ്ണിൻ്റെ ദേഷ്യം കൂടിയാൽ അതത്ര നല്ലതിനല്ലെന്നും അവന് തോന്നി. സംസാരം പാതി വഴിയിൽ നിർത്തി അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. "വിശക്കുന്നുണ്ടോ എൻ്റെ വൈദേഹിക്ക്?" അവൻ പതുക്കെ അവളുടെ കാതിൽ ചോദിച്ചു. അവളൊന്ന് മൂളിയിട്ട് മുഖം തിരിച്ചു. രുദ്രനുമല്ലേ അവളുടെ കൈ പിടിച്ചു. "വാ, നമുക്ക് കഴിക്കാൻ പോകാം." "ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടല്ലേ എൻ്റെ ടീച്ചറെ, ആൾക്കാർ നോക്കുന്നുണ്ട്." അവൻ്റെ ആ കുസൃതി നിറഞ്ഞ ചിരി കണ്ടപ്പോൾ വൈദേഹിയുടെ പകുതി ദേഷ്യം അലിഞ്ഞുപോയി. എങ്കിലും ചെറിയൊരു പരിഭവത്തോടെ അവൾ അവൻ്റെ കൂടെ ഊട്ടുപുരയിലേക്ക് നടന്നു. ആ തിരക്കിനിടയിലും രുദ്രൻ്റെ കൈകൾ അവളുടെ വിരലുകളിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റേത് മാത്രമായി ലോകത്തിലേക്ക് അവളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നി.
ആവി പറക്കുന്ന മട്ടൻ ചോറും തനത്ത വിഭവവും നിരന്ന ആ ദൂഷനിലകൾക്ക് മുന്നിൽ പ്രണയത്തിൻ്റെ പുതിയൊരധ്യായം അപ്പോൾ കുറിക്കപ്പെട്ടു. സിദ്ധാർത്ഥ് തൻ്റെ ഇലയിലേക്ക് നോക്കിയതേയില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ അരകിലിരുന്ന അനഘയിലായിരുന്നു. ഇലയിൽ പുളിയിഞ്ചി വിളമ്പിയപ്പോൾ അവൻ മെല്ലെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അവളൊന്ന് തലയാട്ടിയതേയുള്ളൂ. ഒട്ടും വൈകാതെ തന്നെ തൻ്റെ ഇലയിലെ പുളിയിഞ്ചിയും പൈനാപ്പിൾ കിച്ചടിയും തൈരുമെല്ലാം അവൻ അവളുടെ ഇലയ്ക്ക് സ്നേഹത്തോടെ പകർന്നു. സ്വന്തം ഇലയേക്കാൾ അവളുടെ ഇല നിറഞ്ഞു കാണാനായിരുന്നു ആ നിമിഷം സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടവും മോഹവും. തൊട്ടടുത്ത് രുദ്രനെ വൈദ്യയും ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ആദ്യത്തെ ചോറുള്ള അതീവ വാത്സല്യത്തോടെ അനഘയുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിക്കുന്നത് വൈദ്യയെ കണ്ടു. നാണം കൊണ്ട് തുടുത്തുപോയ അനഘയുടെ മുഖം വിടർന്ന താമര പോലെ തോന്നിപ്പിച്ചു. ചുറ്റിനുമിരുന്ന പ്രായമായ അമ്മൂമ്മമാർ അതുകൊണ്ട് പരസ്പരം നോക്കി അർത്ഥകൃത്യമായി ചിരിക്കുന്നുണ്ട്. ആ ചിരിൽ ഇതൊക്കെയാണ് മക്കളെ സ്നേഹം എന്നൊരു തലോടലുമുണ്ട്. അഭിയും ആര്യയും ഇത് കണ്ട് വെറുതെ ഇരുന്നില്ല. ദേ നോക്കിയേടാ, ഇവരുടെ ഒരു പബ്ലിക് ഡിസ്പ്ലേ എന്ന് കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് അഭി തൻ്റെ ഇലയിലെ പപ്പടം കടപടാ എന്ന ശബ്ദമുണ്ടാക്കി പൊടിച്ചു. ആ കുസൃതി കണ്ണുകളിൽ തൻ്റെ കൂട്ടുകാരുടെ പുത്തൻ ജീവിതത്തോടുള്ള നിറഞ്ഞ സന്തോഷമായിരുന്നു അവനിൽ. പക്ഷെ അനഘ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ലോകം മുഴുവൻ തന്നെ നോക്കിയാലും വേണ്ടില്ല, തൻ്റെ സിദ്ധാർത്ഥ് സാർ വാരി തരുന്നത് ഓരോന്നും അവൾ ഒരു കുഞ്ഞിനെ പോലെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിച്ചു. പകരം അവൾ തിരിച്ചും ഒരു ഉരുള അവന് നൽകി. സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ആ ചെറുപുഞ്ചിരിൽ അവളുടെ ലോകം മുഴുവൻ അടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈദ്യയുടെ കാര്യത്തിൽ അതായിരുന്നില്ല. അരികിലിരിക്കുന്ന രുദ്രൻ അവളെ ഒന്ന് നോക്കിയില്ല. കക്ഷി സദ്യ രുചിയിൽ ലയിച്ച് പപ്പടവും പായസവും കൂട്ടിക്കുഴച്ച് വെട്ടി വിഴുങ്ങുന്ന തിരക്കിലാണ്. ലോകത്ത് എന്ത് നടന്നാലും തൻ്റെ സദ്യക്കൊരു കോട്ടവും സംഭവിക്കരുത് എന്ന മട്ടിലാണ് രുദ്രൻ്റെ ഇരിപ്പ്. എൻ്റെ ദൈവമേ, ഒരു മുരടൻ തന്നെ. അവർ ചെയ്യുന്നത് കണ്ടില്ലേ, അതൊക്കെ തന്നെയല്ലേ താനും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നാൽ തനിക്ക് കിട്ടിയതോ? അവൾ പതുക്കെ പിറുപിറുത്തു. സഹിക്കട്ടവൾ അവൻ്റെ തുടയിൽ നഖം കൊണ്ടൊന്ന് ആഞ്ഞു നുള്ളി. കണ്ടില്ലേ അവരെ എന്ന് കണ്ണുകൊണ്ട് സിദ്ധാർത്ഥിനെയും അനഘയും കാണിച്ചു കൊടുത്തു അവൾ. രുദ്രൻ ഒന്ന് തലയുയർത്തി നോക്കി. ഒരു മറുപടിയും പറയാതെ വീണ്ടും ചോറിലേക്ക് തന്നെ മടങ്ങി. വൈദ്യയുടെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടിയുടെ വാശി നിറഞ്ഞു. പരിഭവം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറച്ചു. പെട്ടെന്ന് ദേഷ്യം മാറ്റിവെച്ച് അവൾ ഒരു ഉരുള ചോറ് രുദ്രന് നേരെ നീട്ടി. അപ്രതീക്ഷിതമായി വന്ന ആ കൈ കണ്ടപ്പോൾ രുദ്രൻ്റെ കണ്ണുകളിൽ ഒരു കുസൃതി മിന്നി. അവനത് മെല്ലെ കടിച്ചു വാങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ വിരൽത്തുമ്പിൽ തൊട്ട് തലോടിയപ്പോൾ വൈദ്യയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. രുദ്രൻ്റെ നോട്ടം തൻ്റെ മുഖത്താണ് തിരിച്ചറിഞ്ഞപ്പോൾ അവളൊന്ന് വിറച്ചു. ആവേശത്തോടെ മിടിയിറക്കി മുഖം താഴ്ത്തി കളഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ രുദ്രൻ തൻ്റെ കൈകൾ കൊണ്ട് അവൾക്കായി സദ്യയിലെ അവസാനത്തോടുള്ള കരുതി വെച്ചു. പായസത്തിൻ്റെ മധുരവും പപ്പടത്തിൻ്റെ മുരിപ്പും ചേർന്ന് ആ ഉരുള അവൾക്കായി നീട്ടി. അതുവരെ ഉണ്ടായിരുന്ന സകല ദേഷ്യവും ആ മധുരത്തിൽ അലിഞ്ഞുപോയി. അവളുടെ ആ തിരക്കേറിൽ ഊട്ടുപുരിൽ വായിലകളുടെ മണത്തിനും ആളുകളുടെ ബഹളത്തിനുമിടയിൽ 4 ഹൃദയങ്ങൾ പ്രണയത്തിൻ്റെ പുതിയ രുചികൾ നുണയുകയായിരുന്നു. സദ്യാലയത്തിന് പുറത്ത് ശങ്കരൻ മാഷും ലക്ഷ്മി ടീച്ചറും അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. ഒരാളെപ്പോലും വിടാതെ എല്ലാവരോടും കുശലം ചോദിച്ചും ചിരിച്ചും അവർ ആ പന്തലിലൂടെ നടന്നു. വിരമിച്ച അധ്യാപകരായതുകൊണ്ട് തന്നെ പരിചയക്കാരുടെ വലിയൊരു നിര തന്നെ അവിടെയുണ്ടായിരുന്നു. കൈകൾ കൂപ്പി ഓരോരുത്തരോടും സ്നേഹം പങ്കുവെക്കുമ്പോൾ ലക്ഷ്മി ടീച്ചറുടെ മുഖത്ത് മകൻ്റെ കല്യാണത്തിൻ്റെ വലിയ സന്തോഷം നീലിക്കുന്നുണ്ട്. മറുഭാഗത്ത് അംബികാമ്മയും സാവിത്രിയമ്മയും കൂടി പഴയ ബന്ധുക്കളെ ഒത്തുകൂടിയ ആവേശത്തിലാണ്. എല്ലാവരും സദ്യ കഴിച്ചില്ലേ എന്ന അവരുടെ ചോദ്യം പന്തലുടനീളം കേൾക്കാമായിരുന്നു. കുടുംബക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചും ഇടയ്ക്ക് കുട്ടികളെ തൊട്ടും തലോടിയും അവർ ആ വലിയ തറവാട്ടിലെ കാരണത്തിമാർ പോലെ എല്ലാവരും ചേർത്ത് നിർത്തി.